നമ്മളിപ്പോൾ പറയുന്ന വേറൊരു കാര്യമാണ് കേൾക്കണം. ഏറ്റവും കൂടുതൽ ഒരു ഭാര്യയിൽ നിന്നല്ലേ ഭർത്താവിൽ നിന്നൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സമയം കൊടുത്ത് ഒരു 5 മിനിറ്റെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ കാത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമല്ലേ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ? ഇന്ന് പലർക്കും കേൾക്കാൻ സമയമില്ല. ഒന്നാമത് ബിസി ഷെഡ്യൂളാണ് ജീവിതത്തിൽ. ഓടി നടന്ന് ഒരുപാട് കാര്യം ചെയ്യും. ഒരു ഭാര്യയുടെ ആഗ്രഹം എന്നെ അടുത്തിരുന്ന് കേൾക്കുന്ന ഒരു ഭർത്താവ്, ഭർത്താവിൻ്റെ ആഗ്രഹം കേൾക്കുന്ന ഒരു ഭാര്യ, പ്രത്യേകിച്ച് വേദനയുടെ സമയങ്ങളിൽ കേൾക്കാൻ ആരെങ്കിലും വേണം. അത് ക്രിസ്തു പോലും ബഥനിയായ പീഡാനുഭവത്തിന് മുമ്പ് ചെല്ലുന്നുണ്ട്. മർത്തായും മറിയവും അല്പം കേൾക്കും. അപ്പം ഉണ്ടാക്കുന്ന ഈ വാഴിക്കാബോളിയേക്കാൾ ഇഷ്ടം കേൾക്കുന്ന മറിയയാണ്. മർത്താന്നി പല കാര്യത്തിൽ വ്യാപൃതയാണ്. ജോലി മോശമായിട്ടല്ല, ഇരുന്ന് കേൾക്കാൻ ആളില്ല. അപ്പം നമുക്ക് സഹന നാളുകളിൽ കേൾക്കാൻ ആൾ വേണം. മനസ്സ് തകരുമ്പോൾ കേൾക്കാൻ ഒരു ഭർത്താവ് വേണം. ഭാരം വളരുമ്പോൾ കേൾക്കാൻ ഒരു ഭാര്യ വേണം. ആ കേൾവി പ്രധാനപ്പെട്ടതാണ്. കേൾക്കുന്നവർക്കേ തിരുത്താൻ പറ്റുള്ളൂ. ലൂക്ക 24 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു നടന്നു. അപരിചിതനെ പോലെ പറഞ്ഞതെല്ലാം കേട്ടു. കേട്ടേച്ച് പറഞ്ഞു, മന്ദബുദ്ധികളെ, പോഷന്മാരെ, കേൾക്കുന്നവർക്ക് തിരുത്താനുള്ള ധാർമ്മിക അധികാരമുണ്ട്. ഭർത്താവിനെ കേട്ടിട്ടേ ഭാര്യ ബാക്കി പറയാവൂ. ഭാര്യയെ കേട്ടിട്ടേ ഭർത്താവ് പറയാവൂ. മുൻവിധി വെച്ച് കമൻസുകൾ നമ്മൾ ഉണ്ടാക്കരുത്. കുഞ്ഞുങ്ങളെ കേൾക്കണം. അവിടെയാണ് പറയാം, അമ്മ ചിറകുള്ള പെടക്കോഴിയാകണം. ചിറകും കീഴിൽ കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ അമ്മ മക്കളെ കൂടുതൽ കേൾക്കണം. അപ്പനത്രയും സമയം ഇല്ലെങ്കിൽ പോലും അമ്മ സമയം കണ്ടെത്തി കേൾക്കണം. അങ്ങനെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദരവ് കൂടും, വികാരം കുറയും, തലക്കനം കുറയും. അവർ വളരെ വിനയവും എളിമയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരും. അത് ദാമ്പത്യത്തിൽ പരസ്പരം കേൾവി, പ്രത്യേകിച്ച് ദമ്പതിമാർ. അതുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്തമാനം പറയണം. അന്നത്തെ വികാരങ്ങൾ ഭാര്യ കേൾക്കണം, അന്നത്തെ വികാരങ്ങൾ ഭർത്താവ് കേൾക്കണം. ആ കേൾവി കുടുംബത്തെ ഒരുപാട് ബലപ്പെടുത്തും. പരിഹാരമൊന്നും വേണ്ട, ചുമ്മാ കേട്ടാൽ മതി. സൈലൻ്റായിട്ട് ലിസൺ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പരിഹാരം വന്നു കഴിഞ്ഞു. മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ ഇറങ്ങി പോകുമ്പം പരിഹാര വഴികളും ആകും. അതാണ് കേൾവിയുടെ പ്രത്യേകത. അപ്പം എനിക്ക് ഒത്തിരി കാര്യം അറിയാം. അടിച്ച് പറിച്ച് പറഞ്ഞു തീർക്കാനല്ല നോക്കേണ്ടത്. കേട്ടതിന് ശേഷം മറുപടി പറയാൻ ശ്രമിക്കണം. അതല്ല കാരണന്മാർ പോലും ചോദിക്കുകയല്ലേ, കട്ടിലേക്ക് കിടക്കുക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോടി, കേൾക്കുന്നുണ്ടോടാ, കേട്ടാൽ മതി. പരിഹാരമൊന്നുമല്ല, പറഞ്ഞത് കേട്ടോ. കേൾക്കാൻ ഒരാൾ, അത് ഒരു മോള് ധാരാളം. സത്യം പറഞ്ഞാൽ മുൻവിധി ഇല്ലാതെ കേൾക്കാൻ പറ്റണം. കാരണം ചിലപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ തുറന്നടിച്ച് കുറ്റപ്പെടുത്തി എല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അവസാനം കേട്ട് കഴിയുമ്പോഴാണ് അയ്യോ ഇതൊന്നും അല്ലല്ലോ ഉദ്ദേശിച്ചതെന്നുള്ളൊരു തെറ്റിദ്ധാരണ പല കാര്യങ്ങളിലും നമുക്ക് പല ജീവിത സാഹചര്യങ്ങളിലും കേട്ടിട്ടുണ്ട്. ഈ കണ്ണും പറഞ്ഞു കാതും പറഞ്ഞു വളരെ വേറെ പ്രധാനപ്പെട്ട അവയവമാണല്ലോ നമ്മുടെ നാക്ക്. നാക്കിൽ ക്രിസ്തു പറഞ്ഞ വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കണം. നിൻ്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. സംസാരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനൊരു കാര്യം പറയുമ്പോൾ പറയുന്ന എനിക്കോ കേൾക്കുന്ന വ്യക്തിക്കോ പറയുന്ന വിഷയത്തിനോ ആരെക്കുറിച്ച് പറയുന്ന ആൾക്കോ നന്മയും ഉപകാരവും വരാത്തതാണെങ്കിൽ ആ വാക്കുകൾ പറയാതിരിക്കുക. നമ്മൾ പലപ്പോഴും പറയും, ഓ നോയമ്പാണ്, ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, പാലില്ല, തൈരില്ല, മോരില്ല, എല്ലാം ഉപവാസമാണ്. ഇറച്ചിയൊന്നും കൂട്ടുകയെന്ന് പറയും. പക്ഷേ വായിക്കാത്ത ഒരു പക്ഷേ ഇറച്ചി നടത്തുന്ന പ്രകടനത്തിന് ഒരു കുറവുമില്ല. അവിടെയാണ് ഈ നോമ്പൊക്കെ അർത്ഥമാകുന്നത്. നാക്കിൻ്റെ ഉപവാസമാണ്. കണ്ണിൻ്റെ ഉപവാസമുണ്ട്, വേണ്ടാതെ കാണാതിരിക്കുക. കാതിൻ്റെ ഉപവാസമുണ്ട്, വേണ്ടാതെ കേൾക്കാതിരിക്കുക. നാവിൻ്റെ ഉപവാസമുണ്ട്. ഈ നാവിൻ്റെ ഉപവാസമാണ് മൗനം. നീ ശാന്തമാവുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പല കാര്യങ്ങൾക്കും പലതും പറയാൻ തോന്നും. ഒരുപാട് മറുപടി സ്റ്റോക്കുള്ളവരാണ് നമ്മൾ. ക്യാപ്സൂൾ പരുവത്തിൽ പരിഹാരം നിർദ്ദേശിക്കാനും മനസ്സുണ്ട്. പറഞ്ഞില്ലെങ്കിൽ അസ്വസ്ഥതയാണ്. അത് മനസ്സിൽ ചുമ്മാ വെക്കണം. ചില കാര്യങ്ങൾ ഞാൻ പറയേണ്ട വലിയ കാര്യമുള്ളതല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമാണ്. ആവശ്യമില്ലാത്ത പറയാമെന്നുള്ളത്. ചിലപ്പം ചില കുടുംബത്തിലെ വഴക്ക് തന്നെ കുടുംബ പ്രശ്നമല്ല, തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള സംസാരമാണ് വഴക്കായിട്ട് മാറുക. ഒന്നെങ്കിൽ എളാമ്മയുടെ മക്കൾ, ഏട്ടൻ്റെ മക്കൾ, അവരെക്കുറിച്ച് പറഞ്ഞ് ചുമ്മാ ഇവർ തമ്മിൽ വഴക്കാവുക. അപ്പം നമ്മൾ പറയുന്ന വിഷയം ഗൗരവമുള്ളതാണോ, കതിരാണോ അതോ പതിരാണോ ഞാൻ പറയുന്നത്? ആ ഒരു ചിന്ത രണ്ടു പേർക്കും വേണം. വർത്തമാനത്തിന് മുമ്പ് വായിന്ന് പോയ വാക്കും
കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റുകയല്ല. ക്ഷിപ്രകോപത്തോടെ പറഞ്ഞ ചില വാക്കുകൾ എത്രയോ മുറിവേൽപ്പിക്കും. പിന്നെ പറയുമായിരുന്നു, ഓ അത് പറയണ്ടായിരുന്നു, പറഞ്ഞു പോയില്ലേ. കുഞ്ഞുങ്ങൾക്ക് തന്നെ പേടി അപ്പനും അമ്മയുടെയും കോപവും ക്ഷോഭിക്കുന്ന വാക്കും കാണുമ്പം. അപ്പം നാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിലകെട്ട വർത്തമാനം പറയുന്ന ഭർത്താവിന് ഭാര്യ വില കൊടുക്കുകയില്ല. വില കുറഞ്ഞ വാക്ക് പറയുന്ന ഭാര്യയ്ക്ക് ഭർത്താവ് വില കൊടുക്കുകയില്ല. വിലകെട്ട വർത്തമാനം പറയുന്ന പേരൻസിന് കുഞ്ഞുങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുകയില്ല. വാക്കുകൾ നമ്മൾ തൂക്കി വേണം പറയാനായിട്ട്. അവിടെ ക്രിസ്തു പറഞ്ഞ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം നമ്മുടെ വാക്കുകൾ എന്ന് പറയാം. അപ്പം അത് നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഞാൻ ഏറ്റവും ജീവിതത്തിൽ വിലപ്പെട്ടവളോടാണ് ഈ വാക്ക് പറയുന്നത്. അവൾ പറഞ്ഞ ഏറ്റവും വിലപ്പെട്ടവനോടാണ്. എല്ലാത്തിൻ്റെ ആരംഭം വാക്കല്ലേ. ലോകസ്ഥാപനം ഒരു വാക്കല്ലേ. ദൈവം ഒരു വാക്കാണ് പറഞ്ഞത്, ഉണ്ടാകട്ടെ. അപ്പോൾ ലോകം സൃഷ്ടിക്കപ്പെട്ടു. ഇതുപോലൊരു വാക്കിലാണ് കല്യാണം സ്വീകരിക്കാൻ സമ്മതമാണ്, ഒരു വാക്കാണ്. അപ്പോൾ ആ പറയുന്ന വാക്ക് പാലിക്കുന്നവരെ മാതൃകാ ദമ്പതികളെന്ന് പറയും. ആ വാക്ക് പാലിക്കുന്ന പുരോഹിതരെ മാതൃകാ വൈദികരെന്ന് പറയും. ആ വാക്ക് പാലിക്കുന്ന സമർപ്പിതരെ പറയും മാതൃകാ സന്യാസികളെന്ന് പറയും. വാക്ക് പാലിച്ചില്ലെങ്കിൽ അകത്ത് ഈടില്ല. ആ ഈടില്ലായ്മ വാക്കായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്ന വാക്ക് എണ്ണി എണ്ണി പറയാനും ശ്രദ്ധിക്കാനും, ഭർത്താവും ശ്രമിക്കണം, ഭാര്യയും ശ്രമിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ വാക്ക് പറയല്ലേ. ഭർത്താവിനോട് കാലൻ പോകുന്ന വെച്ച് വണ്ടി ഇടിച്ച് ആകത്തേ ഉള്ളൂ, മുതുപിശാച് ഒടുങ്ങിപ്പോകത്തേ ഉള്ളൂ, കഴിവില്ലാത്ത ശവങ്ങൾ, പിള്ളേർ, അയൽവക്കത്തെ മക്കൾ, മിടുക്കർ, ഈ വീട്ടിലെ ശവങ്ങൾ. ഭാര്യയുടെ സംസാരം ഒരിക്കലും നന്മ വരുത്തുകയില്ല. അപ്പം അങ്ങനെ നന്മ വരുത്താത്ത വർത്തമാനം മിണ്ടാതിരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഈട്, വില എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഈ സ്പർശനം എന്ന് പറയുന്നത്, ടച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തോരെയാണ് കുടുംബജീവിതത്തിൽ? ഈ ടച്ച് ഹൃദയം നമ്മളെ തൊടുന്നതാണ്. ഒരു ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത് ഹൃദയങ്ങളുടെ മ്യൂച്വൽ എക്സ്ചേഞ്ചാണ്, തമ്മിൽ സ്വീകരിക്കും. ഇപ്പം വിവാഹത്തിന് കൈ കൊടുക്കും, വാഗ്ദാനം എടുത്തുകൊണ്ട് കൈ വെച്ച് ബൈബിളെ വെച്ചും കൈ കൊടുത്തുമൊക്കെ ഉണ്ട്. അപ്പം ഒരു വീട്ടിൽ ഭയങ്കര വഴക്കാണ്. അവിടുത്തെ കുട്ടിയോട് ചോദിച്ചു, എന്തിനാ അപ്പനും അമ്മയും കല്യാണത്തിൽ നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്? അപ്പം പറഞ്ഞു, ഫയൽമാന്മാർ ഗുസ്തി തുടങ്ങുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. എൻ്റെ അപ്പനും അമ്മയും പിടിക്കാൻ തുടങ്ങിയ ഗുസ്തിയുടെ ഒന്നാമത്തെ അടയാളമാണ് പള്ളിയിൽ വെച്ച് അച്ഛൻ റെഫറി സാക്ഷി പിടിച്ച ഒരു ഷെയ്ക്ക് ഹാൻഡ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഹൃദയത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ടച്ച്. ഹൃദയം വളർന്നു കയറുന്നതാണ് സ്പർശനം എന്ന് പറയുക. നമുക്ക് ചുമ്മാ വെറുതെ ഒരാളെ സ്പർശിക്കാൻ തോന്നിയല്ലോ. ഉള്ളിൽ ഇഷ്ടം തോന്നിയാലല്ലേ സ്പർശിക്കാൻ പറ്റുള്ളൂ. ചിലപ്പം വേണം ഇഷ്ടമില്ലെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. ഏറെ വർഷമായി ചിരിക്കുന്ന പോലെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ചിരിക്കാം, ഒക്കെ പറ്റും. പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സ്പർശനം. അപ്പം അങ്ങനെ വരുന്നത് എൻ്റെ ഹൃദയത്തെ തൊടുന്നതാണ് സ്പർശനം എന്ന് പറയുക. ഓരോരുത്തർക്കും അറിയാം, ഒരു പുരുഷൻ അല്പം ഒരു വികാരത്തോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അതൊരു സ്ത്രീക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലുള്ള സ്പർശനമാണ് കൊടുത്തതെന്നുള്ളത് അവൾക്കറിയാനായിട്ട് പറ്റും. ഒരമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ചുംബനം, ആ ചുംബനമല്ല ഭർത്താവിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പ്രായമായ കാരണവന്മാർ കൈ പിടിച്ച് മുത്തുന്നത് ഭാര്യയ്ക്ക് കൊടുത്ത ചുംബനമല്ല, മക്ക കൊടുത്തതല്ല. ഇതിനകത്തെ ഹൃദയത്തിൻ്റെ വികാരത്തിൽ അതിൻ്റെ ഷേപ്പ് മാറും. അപ്പം പലർക്കും ഇങ്ങനെയുള്ളത് കാണിക്കാനൊന്നും അറിയത്തില്ല എന്നുള്ളതാണ്.